നമ്മുടെ സ്കൂട്ടറിൻ്റെയൊക്കെ ഓയിൽ ഫിൽറ്റർ അഥവാ ഓയിൽ സ്ട്രെയിനർ എങ്ങനെ ക്ലീൻ ചെയ്യാൻ നോക്കിയാലോ. ഞാനിപ്പോൾ ചെയ്യാൻ പോണത് ആക്ടിവ 125ൻ്റെ ആയിരുന്നു. അപ്പോൾ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിലെ അടിയിലായിട്ട് സെൻറ്റർ സ്റ്റാൻഡിൻ്റെ അടുത്തായിട്ട് ഒരു ബോൾട്ട് പോലെ കാണാം. അപ്പോൾ ഇതൊക്കെ ചെയ്യണതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യം എഞ്ചിൻ ഓയിൽ ഡ്രെയിൻ ചെയ്ത് മാറ്റണം. അപ്പോൾ അതിൻ്റെ വീഡിയോ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് നോക്കിയാൽ മതി. ഈ ക്യാപ്പ് അഴിച്ചാലാണ് നമുക്ക് ഓയിൽ സ്ട്രെയിനർ പുറത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇത് നമ്മൾ അഴിക്കാൻ വേണ്ടി 17-ാം നമ്പറിലുള്ള സ്പാൻഡർ വേണം. അപ്പോൾ ബോക്സ് സ്പാൻഡറോ ടീ സ്പാൻഡറോ എടുക്കണതാണ് നല്ലത്, അല്ലെങ്കിൽ കപ്പ് ഡാമേജ് ആകാൻ സാധ്യതയുണ്ട്. ഇപ്പം മിക്കവരും തന്നെ എളുപ്പത്തിന് വേണ്ടി പെട്രോൾ പമ്പിൽ പോയി ഓയിൽ ചേഞ്ച് ചെയ്യാറുണ്ട്. സ്ഥിരമായിട്ട് പമ്പിൽ പോയി ഓയിൽ ചേഞ്ച് ചെയ്യണവരൊക്കെ ഇടയ്ക്ക് ഈ ഫിൽറ്റർ ക്ലീൻ ചെയ്യണം നല്ലതായിരിക്കും. ഇതുപോലെയൊക്കെ ചെയ്യാൻ പരിചയക്കുറവുള്ളവർ ഉറപ്പായിട്ടും വർക്ക്ഷോപ്പിൽ പോയി ചെയ്യണമായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ ടൈറ്റ് ചെയ്യുമ്പോഴൊക്കെ ത്രെഡൊക്കെ പോകാൻ ചാൻസ് കൂടുതലാണ്. ഈ ക്യാപ്പ് അഴിച്ചെടുക്കുമ്പോൾ അതിലൊരു സ്പ്രിങ്ങിലാണ് ഓയിൽ സ്ട്രെയിനർ ഇരിക്കുന്നത്. ഇതൊക്കെ ക്ലീൻ ചെയ്യാത്ത വണ്ടികളാണെങ്കിൽ അഴിച്ചെടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ മെറ്റലിൻ്റെ പൊടികളും പിന്നെ ഈ ഓയിലൊക്കെ കട്ട പിടിച്ചിരിക്കണവരൊക്കെ കാണും. അതെല്ലാം നന്നായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കണം. പിന്നെ ഈ ക്യാപ്പും ക്ലീൻ ചെയ്യണം. ക്യാപ്പയിലുള്ള റബ്ബറിൻ്റെ ഓറിങ് പോലെയുണ്ട്, അത് നല്ലതാണോ എന്ന് ചെക്ക് ചെയ്യണം. ഈ ഓറിങ് ഡാമേജ് ആണെങ്കിൽ അതിലൂടെയും ഓയിൽ ലീക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്ത ശേഷം നമുക്ക് വീണ്ടും അതിലേക്ക് ഫിറ്റ് ചെയ്യാം. നമ്മൾ അഴിച്ചെടുത്തോലെ തന്നെ എല്ലാം കറക്റ്റായിട്ട് വെച്ച് ബോക്സ് സ്പാൻഡറോ അല്ലെങ്കിൽ ടീ സ്പാൻഡറോ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യാനാണ് നല്ലത്. നമ്മൾ കുറച്ച് പ്രസ് ചെയ്ത് പിടിച്ചാലാണ് കറക്റ്റ് ആ ത്രെഡിലേക്ക് കയറുള്ളൂ, സ്പ്രിംഗ് ഉള്ളതുകൊണ്ട്. ഇത് ടൈറ്റ് ചെയ്യുമ്പോഴും നമ്മൾ ഒരുപാട് ശ്രദ്ധിച്ച് വേണം. കറക്റ്റ് ത്രെഡിൽ തന്നെ കയറ്റുകയും ചെയ്യണം. ഓവർ ടൈറ്റും ചെയ്യരുത്, ഒരു മീഡിയം ടൈറ്റ് മതി. തന്നെ ചെയ്യാൻ പരിചയക്കുറവുള്ളവർ ഉറപ്പായിട്ട് മെക്കാനിക്കിന്റെ അടുത്ത് പോയി ചെയ്യണമായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ത്രെഡൊക്കെ പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് പണിയാവും. ഇത് കറക്റ്റായിട്ട് ചെയ്ത ശേഷം ഓയിൽ ഡ്രെയിൻ ചെയ്ത് കൊടുത്ത ബോൾട്ട് ടൈറ്റ് ചെയ്ത് പുതിയ ഓയിൽ ഫില്ല് ചെയ്തെടുത്താൽ മതി. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.